ക്രിസ്മസ് കാലഘട്ടത്തിന് സൗഹൃദങ്ങളുടെ കഥ പറയാനുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ സ്കൂളുകളിൽ, വേദപാഠ ക്ലാസ്സുകളിൽ, ജോലി ചെയ്യുന്നിടങ്ങളിലൊക്കെ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാറുണ്ട്. പിന്നീടുള്ള 25 ദിവസം ആ കൂട്ടുകാരന് വേണ്ടിയിട്ട് അവരറിയാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, സമ്മാനങ്ങൾ വാങ്ങുന്നു. ആ സമ്മാനങ്ങൾ കൊടുക്കുന്ന നിമിഷം എത്രയോ ആഹ്ലാദദായകമാണ് ആ നിമിഷങ്ങളൊക്കെ. സ്നേഹമുള്ളവരെ, ചോദ്യം ഇപ്രകാരമാണ്. ചിലപ്പോഴൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വലിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കും, പക്ഷെ നമുക്ക് തിരിച്ചു കിട്ടുന്നത് ചിലപ്പോൾ ചെറിയൊരു സമ്മാനമായിരിക്കും. പക്ഷേ ഈ ക്രിസ്തുമസിന് നമ്മളെ കാത്തിരിക്കുന്നൊരു സുഹൃത്തുണ്ട്, നമ്മുടെ ഒപ്പമായിരിക്കാൻ, നമ്മുടെ ദുഃഖങ്ങളിൽ, നമ്മുടെ വേദനകളിൽ. നീ പേടിക്കണ്ടടാ, ഞാൻ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഉണ്ണിയേശു. അതിനാണ് ഈശോ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഭൂമിയിലേക്ക് ആഗതനായത്. അതുകൊണ്ട് ക്രിസ്തുവിനെ എങ്ങനെ നമ്മുടെ ഒറ്റ സുഹൃത്താക്കാം, ക്രിസ്തുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കഥകൾ പറയാൻ, അവൻ്റെ കരങ്ങൾ പിടിച്ച് നടക്കാൻ, ആ ഒരു ശൈലിയിലേക്ക് നമുക്ക് എങ്ങനെ വളരാം, അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.